നാട്ടിക ദീപക് വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 5 RSS പ്രവർത്തകരെ ഹൈക്കോടതി ശിക്ഷിച്ചു. വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെയാണ് ശിക്ഷിച്ചത്. JDU നേതാവ് ദീപക് കൊല്ലപ്പെട്ടത് 2015-ലാണ്. കേസിലെ 10 പ്രതികളെയും വിചാരണ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഈ വിധിക്കെതിരെ സർക്കാരും കൊല്ലപ്പെട്ട ദീപകിന്റെ കുടുംബവും സമർപ്പിച്ച അപ്പീലുകളിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിവരങ്ങളുമായി ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് CN പ്രകാശ്, വിധിയുടെ വിശദാംശങ്ങൾ. ടോം 1 മുതൽ 5 വരെ പ്രതികളായ ഋഷികേഷ്, നിഖിൽ, പ്രശാന്ത്, പ്രശ്നയം എന്നിവർക്കെതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്നാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 5 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ, ഒപ്പം തന്നെ 1 ലക്ഷം രൂപ പിഴയും ചുമത്തിയിരിക്കുന്നു. 3 പ്രതികളാണ് ഇന്ന് കോടതിയിൽ ഹാജരായത്. 2 പ്രതികൾ നിലവിൽ അവർ ഗൾഫിലാണ്, വിദേശത്താണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിചാരണ കോടതി വെറുതെ വിട്ടതിനെ തുടർന്ന് സർക്കാർ നൽകിയ അപ്പീൽ, ഒപ്പം തന്നെ ദീപകിന്റെ ഭാര്യ നൽകിയ അപ്പീലും ആണ് ഡിവിഷൻ ബെഞ്ച് CG സുരേഷ്കുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. എല്ലാവരും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഇന്നാണ് കോടതിയിൽ അറസ്റ്റ് ചെയ്ത് ഈ പ്രതികളെ ഹാജരാക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. തുടർന്ന് 3 പ്രതികളെയും അറസ്റ്റ് ചെയ്ത് പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഉച്ചയ്ക്ക് 1:45-ലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള വിധി പറഞ്ഞത്. 5 പേർക്കും ജീവപര്യന്തം നൽകിയിരിക്കുന്നു. ഋഷികേഷ്, പ്രശാന്ത് എന്നീ പ്രതികളാണ് ഇന്ന് കോടതിയിൽ ഹാജരാവാത്തത്. അവർ വിദേശത്താണ് നിലവിൽ ഉള്ളത്. RJD നേതാവ് PG ദീപകിന്റെ കൊലപാതക കേസാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിവാദമായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകമായിരുന്നു. ഈ 5 പ്രതികൾക്കാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിക്കുന്നത്. 2015 മാർച്ച് 24-ലായിരുന്നു നാടിനെ നടത്തിയ ആ അരി കൊലപാതകം നടന്നത്. ജനതാദൾ പ്രവർത്തകനായ സ്റ്റാലിൻ മണി എന്നിവർക്കും അക്രമത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേസിലെ 10 പ്രതികളെയും വിചാരണ കോടതി വെറുതെ വിടുകയായിരുന്നു. വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാരും കൊല്ലപ്പെട്ട ദീപകിന്റെ ഭാര്യ വർഷയുമാണ് അപ്പീലുമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. അപ്പീലിൽ വിശദമായ വാദം കേട്ടിൽ തെളിവുകൾ പരിശോധിച്ചതാണ് ജസ്റ്റിസ് CG സുരേഷ്കുമാർ, ജസ്റ്റിസ് യൂസഫ് സെബാസ്റ്റ്യൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഇപ്പോഴത്തെ ഉത്തരവ് ഉണ്ടാക്കിയത്. പ്രതികളെല്ലാം BJP RSS പ്രവർത്തകരാണ്. പ്രതികളെ 3 പ്രതികളെയും ഇന്ന് തന്നെ ജയിലിലേക്ക് മാറ്റുന്നു. വ്യക്തമാണ്. അഡ്വക്കേറ്റ് CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. നാട്ടിക ദീപക് വധക്കേസിലാണ് 5 പ്രതികൾക്ക് ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്.